ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ പല കാര്യങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷൻ നമ്മളെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് വിട്ടുമാറി എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയി നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, കിട്ടുന്ന റിവാർഡ് നമുക്ക് കിട്ടുന്ന ROI കാര്യങ്ങളും അതുപോലെ തന്നെ ടോക്കണിന്റെ പ്രൈസ് ഇപ്പൊ നമുക്കറിയാം വലിയൊരു ഡംപിങ്ങിലൂടെയായിരുന്നു നമ്മള് അപെക്സ് ടോക്കൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് അവസാനം നമുക്കറിയാം ഒരു 20 പൈസ ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ ഒരു 10-20 പൈസ റേഞ്ചിലേക്ക് എത്തി. ഇപ്പൊ അതിൽ നിന്ന് ഒരു ഹൈപ്പ് വന്നിട്ട് 50 പൈസ റേഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ ടോക്കണിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പോ ടോക്കണിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. പല ആളുകളെ സംബന്ധിച്ചും കോയിൻ വലിയ രീതിയിൽ സെൽ ചെയ്ത ആളുകളൊക്കെ കുറച്ച് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കോയിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിനുള്ള അവർക്ക് അതിന്റെ ഗ്രോത്തും അവരുടെ അസറ്റിലൊക്കെ ചേഞ്ച് വരും. അപ്പൊ ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഫേസ് 1 ചെയ്ത പല ആളുകളും ഇന്ന് ഫേസ് 2ന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാത്ത നിരവധി ആളുകൾ. എന്നാൽ പുതിയ ആളുകൾ ഇന്ന് ഒരു പക്ഷേ ഫേസ് 1 കാര്യങ്ങളോ എന്താണ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ ഇപ്പോ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫേസ് 2ലേക്ക് ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ഫേസ് 2 പ്രൊമോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഇന്നൊരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം നമുക്കറിയാം നമ്മൾ ഒരു എന്താ പറയാ ഏറ്റവും പ്രയാസമുള്ള സ്റ്റേജസിൽ ഫേസ് 1 സ്റ്റേജസിലൂടെ കടന്നുപോയ ആളുകൾ. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് ഒരു നല്ല സമയം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പുതിയ ആളുകളെ സംബന്ധിച്ച് പുതിയ ഒരുപാട് ആളുകൾ വന്ന് ഇന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ടോക്കണിന്റെ പ്രൈസിലും ചേഞ്ചസ് വരുന്നുണ്ട്, ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ മുമ്പുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ട് പല ആളുകൾക്കും സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു നല്ല സമയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആരും സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് കമ്പൽസറി ആയി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള സമയത്ത് നമ്മൾ ഇതിൽ നിൽക്കുകയും നല്ലൊരു ടൈം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നഷ്ടം നമുക്ക് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് നമ്മൾ ഫേസ് 2 വളരെ ശക്തമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്നത്. കാരണം ഇനി മുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് റിയൽ കറൻസിയാണ്. അപ്പൊ നമ്മൾ USDT വാങ്ങി നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ റിയലി എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ക്രിപ്റ്റോ കറൻസി അപെക്സ് ടോക്കൺ വാങ്ങിക്കുന്നു. അത് ട്രസ്റ്റ് വാലറ്റ് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേക്കിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അതിൽ എത്ര പെർസെന്റേജ് ബേൺ ചെയ്യുന്നു, കമ്പനിയിൽ വരുന്ന ഇൻ ആൻഡ് ഔട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുള്ള ROI കമ്പനി എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യും. അപ്പൊ ഇതൊരു സ്റ്റേബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് ഒരു ഗ്രോത്തോട് കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്തു മാറി മറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു ബൈനറി പ്ലാൻ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബൈനറിയിലൂടെ നമുക്ക് വരാവുന്ന ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ നമുക്ക് ബൈനറിയിൽ ഡെയിലി ക്ലോസിംഗ് എന്ന് പറഞ്ഞത് 10,000 അപെക്സ് ടോക്കൺ ആണ്. അപ്പൊ 10,000 അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 40-50 വയസ്സ് നോക്കിയാൽ ഡെയിലി ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5,000 സീലിംഗ് ലിമിറ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലെഫ്റ്റ് ചാനലിലും റൈറ്റ് ചാനലിലും 10% ആണ് നമുക്ക് ബൈനറി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്മൾ അത് വെച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1,00,000 ടോക്കൺസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 10,000 രൂപയുടെ സീലിംഗ് ലിമിറ്റിലേക്ക് എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ കറൻസി റുപ്പിയിലേക്ക് വരികയാണെങ്കിൽ 45,000 തൊട്ട് 50,000 രൂപയുടെ ബിസിനസ് നമുക്ക് ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സീലിംഗ് ലിമിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിലുപരി ഈ ഒരു വരുന്ന ടോക്കൺ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രൈസിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതുമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പുതിയ കമ്മ്യൂണിറ്റീസ് നമ്മൾ ഒരുപക്ഷെ ഇന്നിപ്പോ പ്രൈസ് നമ്മൾ എൽബാങ്കിലോ XT.comലോ നോക്കുകയാണെങ്കിൽ എത്ര ട്രില്യൺ ബിസിനസ് നടക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം. അത്രയേറെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം എത്രയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയത്തിലേക്ക് മാറിയിട്ടുണ്ട്. വലിയൊരു ഹൈപ്പ് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വലിയ ഹൈപ്പിൽ ഉപരി നമുക്ക് എന്താ പറയാ മാർക്കറ്റിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ കറൻസിയെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ കറൻസി എത്തുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ കാര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയാണ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പക്ഷേ പലതരത്തിലുള്ള ക്രിപ്റ്റോ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയോ കറൻസീസ് വാങ്ങിച്ചു വെച്ചിട്ട് ആ കറൻസി വലിയ രീതിയിൽ ഡംപായി പോയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ആ കറൻസി ലിഫ്റ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പല കറൻസി പല സമയങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ക്രിപ്റ്റോ വാങ്ങി വെക്കുന്നു, അത് ഹോൾഡ് ചെയ്യുന്നു എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ നമുക്ക് ആ രൂപത്തിലല്ലാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു ROI കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ROI കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എന്താ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഡെയിലി ഇപ്പൊ വേറൊരു ക്രിപ്റ്റോ പ്രോജക്റ്റിൽ നമ്മളൊരു ഒരു വലിയ എമൗണ്ടിനൊന്നും വേണ്ട, നമ്മളൊരു 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ 10,000 രൂപയ്ക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു, കറൻസി വാങ്ങിച്ചു വെക്കുന്നു. ആ കറൻസിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് സെല് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ അതിലുപരി ഇവിടെ കറൻസിയിൽ ഉണ്ടാവുന്ന ഗ്രോത്തിനുപരി നമുക്കറിയാം നമ്മളെ ബിസിനസ്സിൽ വരുന്ന ഒരു ഹൈപ്പ്, അതോടൊപ്പം തന്നെ ബേണിംഗിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളെ എക്സ്ചേഞ്ച് നടക്കുന്ന ഈ കറൻസിക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് വരും, അത് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബൈങ് പ്രഷർ വരും. അങ്ങനെ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് വരും. പിന്നെ എക്സ്ട്രാ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇതിൽ സ്റ്റേക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ROI കാൽക്കുലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ബേർഡൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളൊന്ന് ഉൾക്കൊണ്ട് പല ആളുകളെ സംബന്ധിച്ചും ഒരുപക്ഷെ ROI മാത്രം മതി എന്നുള്ള ആളുകൾക്ക് ആ രീതി കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ സീരിയസ് ആയിട്ട് ഈ പ്രോജക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് മുമ്പ് നമുക്കറിയാം അപെക്സ് എന്നുള്ള കറൻസി ഏകദേശം $63 അല്ലെങ്കിൽ $1 ടച്ച് ചെയ്യാൻ പോയ കറൻസിയാണ്, ടച്ച് ചെയ്തുള്ള കറൻസിയാണ്. നമ്മൾ ആ ഒരു ഹൈപ്പിലേക്കൊക്കെ ഈ ഒരു കറൻസിന് എത്തുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നിപ്പോ 3 എക്സ്ചേഞ്ചുകളിൽ അല്ലെങ്കിൽ ടയർ 2 എക്സ്ചേഞ്ചുകളായിട്ടുള്ള 3 എക്സ്ചേഞ്ചുകളിൽ വളരെ എന്താ പറയാ നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയത്തുണ്ട്. അപ്പോൾ അതിന്റെ പ്രൈസ് പതിയെ പതിയെ കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ROI കിട്ടുന്നു. ഒരു പക്ഷെ നമ്മൾ ഒരാളോട് പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും വളരെ ചെറിയൊരു എമൗണ്ടിന് പോലും ഇപ്പൊ നമുക്കറിയാം 1200 അപെക്സ് ബേൺ ചെയ്യണമെങ്കിൽ ഒരു അപെക്സിന്റെ റേറ്റ് ഒരു 50 പൈസയാണ്. നമുക്കൊരു 600 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആർക്കും ചെയ്യാൻ പറ്റും. ഒരു 600 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ കറൻസി ജസ്റ്റ് ഒന്ന് വാങ്ങി അവർക്കൊന്ന് സ്റ്റേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് ചെറിയൊരു ROI ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ഒരു പക്ഷെ ഇതിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ROI കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ അത് മുന്നോട്ട് വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ മാറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എപ്പോഴും നമുക്കറിയാം പലപ്പോഴും നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ക്രിപ്റ്റോ മേഖല തന്നെയാണ്. അപ്പൊ അതിലൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ജെനുവിൻ ആയിട്ടുള്ള കറൻസികൾ വാങ്ങിച്ചു വെക്കുന്നു. ഇപ്പൊ പല ആളുകളും സംഭവിച്ചു, പല പ്രയാസങ്ങളും കമ്പനിക്ക് വന്നു, പല വിഷയങ്ങൾ വന്നു, മറ്റു കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകൾ നമുക്ക് മുമ്പിൽ വന്നിട്ട് നിർത്തിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആ കമ്പനി കാണില്ല. അപ്പൊ അങ്ങനെ എത്രയോ പ്രോജക്റ്റുകൾ ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ മനഃപൂർവ്വം സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പല വിഷയങ്ങൾ ഉണ്ടായിട്ടും കമ്പനി മുന്നോട്ട് തന്നെയാണ് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ട്രേഡിംഗ് വോളിയൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്ലാൻ ചെയ്തിട്ടാണ് കമ്പനി പോകുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. കാരണം മറ്റെന്തെങ്കിലും ഒരു വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ആയിട്ട് പോകേണ്ട ഒരു കമ്പനിയാണ് എന്നേ അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് പോവാം. അപ്പൊ അത്രയും ജെനുവിൻ ആയിട്ട് ഈ ഒരു കറൻസി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് ബിസിനസ് പരമായിട്ട് നമ്മളറിയാം, ഏതൊരു ബിസിനസ് ആണെങ്കിലും ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നവരെയാണ് ബിസിനസ്സുകാരെന്ന് പറയാം. സാധാരണക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ബിസിനസ് ചെയ്യുന്നില്ല പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു കറൻസിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേറ്റിലേക്ക് അല്ലെങ്കിൽ മുമ്പ് വന്നിട്ടുള്ള റേറ്റിലേക്ക് ആളുകളെ സംബന്ധിച്ച് എപ്പോഴും നോക്കുക, ഒരു ഓൾ ടൈം ഹൈ എത്രയാണ്, ഇന്ന് കറൻസിയുടെ വാല്യൂ എത്രയാണ്, ഇന്ന് ചെറിയ ചെറിയ രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ടോ. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ്. പുതിയ ഏതൊക്കെ കറൻസികളിലാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നല്ലൊരു പ്രൈസിലേക്ക് പോയി, എന്നാൽ ഇന്നിപ്പോ വലിയൊരു പ്രൈസിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് ഇപ്പോ പതിയെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ആ ഓൾ ടൈം ഹൈയിലേക്ക് പിന്നീടും പോകാനുള്ള സാധ്യതകളുണ്ട്.
അതുകൊണ്ടാണ് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ മറ്റു കറൻസിയൊക്കെ ചില സമയങ്ങളിൽ വലിയ രീതിയിലേക്ക് താഴോട്ട് പോയിട്ടുള്ള കറൻസി ഉണ്ട്. ഇപ്പൊ കൊറോണയൊക്കെ വന്ന സമയത്ത് ഡംപായിട്ട് $18,000 മാറിയിട്ട് അവിടുന്ന് എന്തുകൊണ്ട് പിന്നീട് ആളുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പതിയെ പതിയെ ഗ്രോത്ത് കാണിച്ചു തുടങ്ങുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഒരു വലിയ രീതിയിലേക്ക് മാറും. അതുപോലെ തന്നെ ഒരുപാട് കറൻസി ഇപ്പൊ സൊലാനയൊക്കെ ഒരു സമയത്ത് വലിയ രീതിയിൽ ഡംപായിട്ട് എല്ലാ കറൻസികളും നിങ്ങൾ എക്സ്ചേഞ്ചിലുള്ള ഏത് കറൻസി എടുത്ത് നോക്കുകയാണെങ്കിലും അതിന്റെ ഗ്രാഫൊക്കെ നോക്കുന്ന സമയത്ത് പല സമയങ്ങളിലും വലിയ രീതിയിൽ ഡംപായിട്ട്. അപ്പൊ ആ ഡംപിങ് സമയത്ത് പലപ്പോഴും ഡംപ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അധികം ഇൻവെസ്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും ഡംപ് ആയിട്ടുള്ള ഒരു കറൻസി പിന്നീട് ഗ്രോത്ത് കാണിച്ചു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റാളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമുക്ക് ചെറിയൊരു എമൗണ്ട് പോലും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡെയിലി സീലിംഗ് എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ഡെയിലി ഒരു ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു 5,000 രൂപയുടെ ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ പ്രൈസ് ഇപ്പൊ ഒരു $1 ഒരു സെന്റിലേക്കൊക്കെ മാറുന്ന സമയത്ത് നമുക്കറിയാം തീർച്ചയായിട്ടും അത് ഒരു 10,000 രൂപ റേഞ്ചിലേക്കും പിന്നീട് ഉള്ള ഗ്രോത്തിനനുസരിച്ച് വലിയ രീതി, അതായത് 10,000 ടോക്കൺ എന്നുള്ളത് കമ്പനി ഫിക്സ് ചെയ്ത് ഇപ്പൊ സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ സീലിംഗ് ലിമിറ്റ് അനുസരിച്ചാണ് കാര്യങ്ങൾ. ഇനി ഫേസ് 2 നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഫേസ് 1 ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ഇതായിരുന്നു. നമ്മൾ വെബ്സൈറ്റിൽ ID ക്രിയേറ്റ് ചെയ്തു, USDT നമ്മൾ പലപ്പോഴും കമ്പനിയുടെ അക്കൗണ്ടിൽ ചെയ്തു കൊടുത്താൽ USDT കിട്ടും. അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ അടുത്തുനിന്നാണെങ്കിൽ ലീഡേഴ്സ് ആ രൂപത്തിൽ USDT തന്നിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും വളരെ ഈസി ആയിരിക്കും. പക്ഷെ ഫേസ് 2ലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാവണം. കാരണം നമുക്കറിയാം ഇപ്പോ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ചോദിച്ചാൽ പല ആളുകൾക്കും എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയില്ല, ട്രസ്റ്റ് വാലറ്റ് എന്താണെന്ന് അറിയില്ല, എക്സ്ചേഞ്ചിൽ എങ്ങനെ വാങ്ങണം എന്നറിയില്ല, KYC അത് സെക്യൂർ ആണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം എന്ന് പറഞ്ഞത് ഈ ഒരു ക്രിപ്റ്റോ റെവല്യൂഷൻ, വലിയൊരു റെവല്യൂഷൻ നടക്കണം. ഈ റെവല്യൂഷനിൽ ഇപ്പൊ ഒരു സാധാരണക്കാർക്ക് ഒരു വലിയ ഇൻഫർമേഷൻ കൊടുക്കുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയെ കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. ചെറിയ അറിവുകളും ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വലിയ അറിവുകളോട് കൂടിയിട്ടല്ല വന്നത്. പക്ഷെ ഈ ഒരു മേഖലയിൽ ഒരു വലിയൊരു മേഖല, വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയത് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അതുപോലെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എന്താണ് ഈ ഒരു ക്രിപ്റ്റോ മേഖല എന്നും അതിൽ നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടെന്നും ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റിയ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു അവസരമാണിത് അപെക്സ് എന്നുള്ളത്. കാരണം ജെനുവിൻ കറൻസി ഇപ്പൊ പലപ്പോഴും പല ക്രിപ്റ്റോ പ്രോജക്റ്റുകളും വരുമ്പോൾ എന്താ പറയാ, നമ്മൾ USDT കാര്യങ്ങളോ വെച്ച് പല പ്രോജക്റ്റുകളും പല കോയിൻ ലിസ്റ്റ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് ജെനുവിൻ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കറൻസിയാണ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എന്താ പറയാ സെക്യൂർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ രീതിയിൽ എന്താ പറയാ കാര്യങ്ങൾ പഠിപ്പിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ സുഹൃത്തിന് ഈ ഒരു അവസരം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു ലോകം കൂടിയാണ്. കാരണം ഇങ്ങനെ ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതിൽ ബിറ്റ്കോയിൻ, എത്തേറിയം അല്ലെങ്കിൽ BNB, സൊലാന, അഡ തുടങ്ങി ഇങ്ങനെ ഒരുപാട് കറൻസികളുണ്ട്. ഇത്ര ചെറിയൊരു ഇതിൽ നിന്ന് ഈ രൂപത്തിലേക്ക് വലിയ ലെവലിലേക്ക് എത്തിയ കറൻസികൾ വരെ ലോകത്തുണ്ട്. അപ്പൊ ഗോൾഡ് മാത്രമല്ല, വേറെ പല അല്ലെങ്കിൽ ലാൻഡോ അതൊന്നും അല്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് എന്താണ് ട്രസ്റ്റ് വാലറ്റ്, അല്ലെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ വാലറ്റ് ആണ് ട്രസ്റ്റ് വാലറ്റ് എന്നും അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ എന്താണെന്നും ആ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമോ, വില കുറയുന്ന സമയത്ത് ഒരു പക്ഷേ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിച്ച് അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ മേഖലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അപ്പൊ അത് ഈ ഫേസ് 2 സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സൂമിൽ വെച്ച് മീറ്റിംഗ് വെച്ച് നമ്മൾ എക്സ്ചേഞ്ച് എന്താണ്, എക്സ്ചേഞ്ച് കാര്യങ്ങളും അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വീക്കിലി തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ടീമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു ടീം വൈസ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ പെഗാസസ് എന്ന് പറഞ്ഞ ഒരു ടീം ലേബൽ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ടീമിന്റെ അണ്ടറിൽ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള അവയർനെസ്, ഓരോ മേഖല എന്താണ്, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കറൻസികൾ, ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു അവയർനെസ് ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് എന്താണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ
ചില ആളുകളെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്താണെന്ന് അറിയാത്ത ആളുകൾ. അപ്പൊ അത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ ഇപ്പൊ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്ചേഞ്ചുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ക്രിപ്റ്റോ റവല്യൂഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വരുന്ന ഓരോ വ്യക്തിക്കും ക്രിപ്റ്റോ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വലിയ രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്ന സമയമുണ്ടാവും, വലിയ രീതിയിൽ ചിലപ്പോൾ കുറയുന്ന സമയമുണ്ടാവും. ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സും അതിന്റെ റിസ്ക് ഫാക്ടറും അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്തൊക്കെയാണ് ഇതിനെ പറ്റി കൃത്യമായിട്ട് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണോ ഇനി നമ്മൾ ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പൊ എല്ലാവരും തന്നെ സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾ തീർച്ചയായിട്ടും നമ്മളെ ടീമിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവും. കാരണം അത് ജെനുവിൻ ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഈ ഒരു ഫേസ് 2 നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഇന്ന് 3 ടയർ 2 എക്സ്ചേഞ്ചുകളാണ് പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നാളുകളിൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ കമ്പനി അനൗൺസ് ചെയ്ത പോലെ തന്നെ കുക്കോയിനും അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കറൻസി എത്താം. അതുവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ കറൻസിയുടെ ഡെവലപ്മെന്റുമായിട്ട് കൂടെ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ടീം മീറ്റിംഗ് റെഗുലർ ആയിട്ട് ടീം മീറ്റിംഗ് നടത്താൻ ടീം മീറ്റിംഗിനോടൊപ്പം തന്നെ വരുന്ന ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നമ്മളൊരു ജോയിനിങ് വർക്ക്ഷോപ്പ് പോലെ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഇന്ന ഇൻഫോർമേഷൻസ് എന്താണ് ട്രസ്റ്റ് വാലറ്റ്, എന്താണ് XT.com, എന്തൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തി ഒന്നോ രണ്ടോ മണിക്കൂർ വരുന്ന ഓരോ സെഷൻസ് വരുന്ന ആളുകൾ കൃത്യമായിട്ട് അത് പഠിക്കാനും അവർക്ക് മുന്നോട്ട് വരിക. അങ്ങനെ വീക്കിലി അതൊക്കെ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ട് പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് അതിന്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്കറിയാം ആ ഒരു ചേഞ്ചോട് കൂടി തീർച്ചയായിട്ടും കമ്പനിയിലേക്ക് ഈ ഒരു കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത പ്രോജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നല്ലൊരു രീതിയിലേക്ക് ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിപ്പോ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുള്ളത്. ഓക്കെ, എനിവേ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഫേസ് 2 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരം നമുക്ക് മുമ്പിലുണ്ട്. സീരിയസ് ആയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്താ പറയാ ഇതിന്റെ പ്രോജക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് ഇതിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൃത്യമായിട്ട് നമുക്ക് വേണം. കാരണം നമ്മളെ ടീമിനെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ.